റോൾസ് തിയറവും മീൻ വാല്യൂ തിയറവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം റോൾസ് തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സപ്പോസ് ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. If f of a equal to f of b equal to 0, then there is at least one number c in open interval a b at which f dash of c equal to 0. ഇവിടെ ഹൈപ്പോത്തസിസിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂസ്, അതായത് ആ ഇൻ്റർവെല്ലിലെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണ്. അതിൻ്റെ ഇൻറ്റീരിയറിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. പ്ലസ് എൻ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂസ് 0 ആയിരിക്കണം. അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ആവണം. ഈ 3 കണ്ടീഷൻസ് എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 വരുന്ന വിധത്തിൽ ഒരു സി എങ്കിലും ഓപ്പൺ ഇൻ്റർവെൽ എ ബി, അതായത് അതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതാണ് റോൾസ് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എഫ് കണ്ടിന്യൂസ് ആവണം, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഡിഫറൻഷ്യബിൾ ആവണം, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഇങ്ങനെ ഒരു സി ഉണ്ടാവും. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 വരുന്ന വിധത്തിൽ ഒരു സി ഉണ്ടാകും എന്നാണ് റോൾസ് തിയറം അവിടെ പറയുന്നത്. നമുക്ക് ഒരു ഫംഗ്ഷനും ഒരു ഇൻ്റർവെല്ലും തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന് ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് റോൾസ് തിയറം വെരിഫൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൂഫിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെരിഫൈ റോൾസ് തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 3x ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 3x എന്നുള്ളൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ അത് വെരിഫൈ എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന ഫംഗ്ഷൻസ് എല്ലാം ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കും, ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾ എഴുതുക. ഗിവൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ closed interval -3 and differentiable on open interval -3. അതിൻ്റെ റീസൺ ആയിട്ട് സിൻസ് എഫ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇനി എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കണം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -3, അപ്പോൾ -3 ഹോൾ ക്യൂബ് ബൈ 3 -3 ഇൻറ്റു -3 -3 ഹോൾ ക്യൂബ് -27 ആണ്. -3 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 3. ഇവിടെ -3 ഇൻറ്റു 3 +9 എന്നാവും. ഇവിടെ -9 -27/3 -9 +9 0 ആണ്. ഇനി എഫ് ഓഫ് ബി, അത് എഫ് ഓഫ് 3 ആണ്. 3 ക്യൂബ് ബൈ 3 -3 ഇൻറ്റു 3, അതും 9 - 9 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റോൾസ് തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറം പ്രകാരം നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ ദെൻ ബൈ റോൾസ് തിയറം there exists at least one c in open interval -3 such that f dash of c equal to 0. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഇവിടെ എക്സ് ക്യൂബ് ബൈ 3 അല്ലേ, അപ്പോൾ 1/3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². എക്സ് ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു എക്സ് ക്യൂബാണ്. അപ്പോൾ അതിനെ 1/3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണ്. 1/3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 3xൻ്റെ ഡെറിവേറ്റീവ് 3 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് ഇവിടെ 3 ക്യാൻസൽ ആകുമ്പോൾ x² -3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എഫ് ഡാഷ് ഓഫ് സി എന്താണെന്ന് നോക്കാം. ഇവിടെ എക്സിന് പകരം സി എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, c² -3. ഇനി എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നുള്ളത്
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സി സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് സി സ്ക്വയർ ഈക്വൽ ടു 3 ഇംപ്ലൈസ് സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3. നമ്മുടെ ഇൻ്റർവെല്ലിൽ -3 to 3 ആണ്. സോ √3യും -√3യും അതിലെ പോയിന്റ്സ് തന്നെയാണ്. സോ ഇവിടെ മിനിമം ഒരു പോയിന്റ്സ് ഉണ്ടാവും, പോയിന്റെങ്കിലും f'(c) 0 വരുന്ന വിധത്തിൽ ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട് ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ f'(c) ഈക്വൽ ടു 0 വരുന്ന വിധത്തിൽ. ഓക്കെ, ഇത് തന്നെ ഇൻ്റർവെല്ലിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. 0 to 3 ആണെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ ആദ്യത്തെ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റി ഒന്നും പ്രശ്നമില്ല. f(3) 0 ആണ്. ഇനി f(0) x³ അപ്പോൾ 0/3 -3 × 0 അഗൈൻ 0 എന്ന് വരും. അപ്പോൾ ഈ 3 കണ്ടീഷനും 0 3യിലും അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ f'(c) ഈക്വൽ ടു 0 എന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിക്ക് 2 വാല്യൂസ് കിട്ടും. ഒന്ന് +√3യും പിന്നെ ഒന്ന് -√3യുമാണ്. പക്ഷേ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സി എന്നുള്ളത് √3 തന്നെ ചൂസ് ചെയ്യണം. നമ്മുടെ റോൾസ് തിയറം വെരിഫൈ ചെയ്യുവാനായിട്ട് -√3 എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതേപോലെ തന്നെ ഇൻ്റർവെല്ല് -3 to 0 ആയിരുന്നെങ്കിലും ഇതേപോലെ തന്നെ ഹൈപ്പോതെസിസിലെ 3 കാര്യങ്ങൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ഇതേപോലെ സോൾവ് ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ നമ്മൾ എടുക്കേണ്ടത് -√3 ആണ്. ഇവിടുത്തെ കേസിൽ -3 to 3 ആയതുകൊണ്ട് സിയുടെ വാല്യൂ ഏത് തന്നെ എടുത്താലും പ്രശ്നമില്ല. നമുക്കൊരു മിനിമം ഒരാളെങ്കിലും ഉണ്ടെന്ന് കാണിക്കേണ്ടു. അവിടെ 2 ആളും ആ ഇൻ്റർവെല്ലിലെ പോയിന്റ്സ് തന്നെയാണ് പറഞ്ഞ കണ്ടീഷൻ f'(c) ഈക്വൽ ടു 0 വരുന്ന വിധത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് റോൾസ് തിയറം വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വെരിഫൈ റോൾസ് തിയറം എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും ആ ഫംഗ്ഷൻ തന്നിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്നും ഡിഫറൻഷ്യബിൾ ആണെന്നും എഴുതുക. പിന്നെ f(a)യും f(b)യും കണ്ടുപിടിക്കുക. അത് ഈക്വൽ ടു 0 ആണെന്ന് കാണിക്കുക. ദെൻ f'(x) കാണുക. പിന്നീട് അവിടെ നിന്ന് തന്നെ f'(x) ഈക്വൽ ടു 0 സിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണുന്നത് പോലെ f'(x) ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കുക. എന്നിട്ട് തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഏതാണോ സി വാല്യൂ വരുന്നത് അത് ചൂസ് ചെയ്യുക. എന്നിട്ട് ഹെൻസ് റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഇനി നമുക്ക് മീൻ വാല്യൂ തിയറം നോക്കാം. ദ മീൻ വാല്യൂ തിയറം ഞാൻ ഷോർട്ടായിട്ട് MVT എന്ന് വിളിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സപ്പോസ് y ഈക്വൽ ടു f(x) ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ദി ഓപ്പൺ ഇൻ്റർവെൽ AB. Then there is at least one point C in open interval AB at which f'(c) equal to f(b) minus f(a) divided by b minus a. So mean value തിയറത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് റോൾസ് തിയറം. മീൻ വാല്യൂ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് റോൾസ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ള ഹൈപ്പോത്തസിസിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളെ വേണ്ടു. ഫംഗ്ഷൻ എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ABയിൽ കണ്ടിന്യൂസ് ആവണം, പിന്നെ ഓപ്പൺ ഇൻ്റർവെൽ ABയിൽ ഡിഫറൻഷ്യബിൾ ആവണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ f'(c) ഈക്വൽ ടു f(b) മൈനസ് f(a) ഡിവൈഡഡ് ബൈ b മൈനസ് a ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻ്റർവെൽ ABയിൽ അറ്റ്ലീസ്റ്റ് 1 C എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് മീൻ വാല്യൂ തിയറത്തിൽ പറയുന്നത്. ഇവിടെ ഇനി f(b)യും f(a)യും 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ 3ാമത്തെ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ f'(c) എന്നുള്ളത് 0 - 0 ഡിവൈഡഡ് ബൈ b മൈനസ് a. b നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് 0 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ f'(c) ഈക്വൽ ടു 0 എന്ന് വരുന്ന വിധത്തിൽ ഒരു സി ഉണ്ട് തന്നെയാണ്. സോ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് റോൾസ് തിയറം. അപ്പം മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്തോളും. അവിടെ കണ്ടീഷൻസിൽ ഹൈപ്പോത്തസിസിൽ ഒരു കണ്ടീഷൻ കുറവുണ്ട്. f(a)യും f(b)യും 0 ആവണമെന്നുള്ളൊരു കേസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ f(x) ഈക്വൽ ടു x² ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to. അപ്പോൾ ആദ്യം തന്നെ ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. സിൻസ് f(x) ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, it is continuous on closed interval 0 to and differentiable on open interval 0 to. അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ ബൈ മീൻ വാല്യൂ തിയറം there exists at least one C in
open interval 0 to such that f dash of c equal to f of b എന്ന് പറഞ്ഞാൽ f of 2 minus f of 0 divided by 2 minus 0. ഇനി നമുക്കിതിൽ ഓരോ വാല്യൂസും കണ്ടുപിടിക്കാം. f of 2 എത്രയാണ്, f of 0 എത്രയാണ്. അപ്പോൾ f of 2 സ്ക്വയർ 4 എന്ന് കിട്ടും. f of 0 സ്ക്വയർ 0 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് f dash of c ഈക്വൽ ടു 4 minus 0 divided by 2 minus 0, അതായത് 4/2 which is equal to 2. അപ്പോൾ f dash of c ഈക്വൽ ടു 2 വരുന്ന വിധത്തിൽ ഒരു പോയിൻ്റെങ്കിലും ആ ഓപ്പൺ ഇൻ്റർവെൽ 0-2 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് f dash of x കണ്ടുപിടിക്കാം. നമ്മളിതിൻ്റെ റൈറ്റ് സൈഡ് മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്താണ് വരിക എന്ന് കണ്ടുപിടിച്ചു. അതാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ എഫ് ഡാഷ് ഓഫ് സി എന്നുള്ളത് 2c, എക്സിന് പകരം c എന്ന് കൊടുക്കുക. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് വരുന്ന വിധത്തിൽ ഒരു c എങ്കിലും ആ ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കും. സോ 2c ഈക്വൽ ടു 2, അതാണ് നമ്മുടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ എഫ് ഡാഷ് ഓഫ് സിക്ക് പകരം 2c കൊടുത്തു, ഇതിന് പകരം ഇതിന് കിട്ടിയിട്ടുള്ള വാല്യൂ 2 എന്ന് കൊടുത്തു. സോ 2c ഈക്വൽ ടു 2, ഇതിൽ നിന്നും c ഈക്വൽ ടു 2/2, അതായത് 1 എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കാം തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഈ ഒരു പോയിൻ്റ് ഉണ്ടോയെന്ന്. 1 എന്നുള്ളത് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെൽ 0-2 ആണ്. ദെയർഫോർ മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്. ഇങ്ങനെയാണ് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യേണ്ടത്. ഇനി 2 കൊറോളറീസ് ആണ് തിയറത്തിൽ നിന്നും കിട്ടുന്ന ചെറിയ റിസൾട്ടുകൾ തന്നെയാണ് ഈ കൊറോളറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റിസൾട്ട്, ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് എൻ ഇൻ്റർവെൽ ഐ, then f of x equal to c for all x in I where c is a constant. അതായത് ഒരു ഇൻ്റർവെല്ലിൽ ത്രൂ ഔട്ട് ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ആദ്യത്തെ കൊറോളറിയിൽ പറയുന്നത്. ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാ എക്സിനും എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ത്രൂ ഔട്ട് എഫ് ഓഫ് എക്സിന് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും. അതാണ് ആദ്യത്തെ കൊറോളറി. ദെൻ രണ്ടാമത്തെ കൊറോളറിയിൽ 2 ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് സെയിം ആയതുകൊണ്ട് 2 ഫംഗ്ഷനും സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1, ജി ഓഫ് എക്സ് ഈക്വൽ ടു സം എക്സ് ക്യൂബ് മൈനസ് 2. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് 3x², എക്സ് ക്യൂബിൻ്റെ 3x², 1ൻ്റെ ഡെറിവേറ്റീവ് 0, സോ 3x² ആണ്. ജി ഡാഷ് ഓഫ് എക്സ്, എക്സ് ക്യൂബിൻ്റെ 3x² മൈനസ് 2ൻ്റെ 0, സോ 3x² തന്നെ വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും ഈക്വൽ ആണ്. പക്ഷേ എഫ് നോട്ട് ഈക്വൽ ടു ജി ആണ്. ഇത് എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്, ഇത് എക്സ് ക്യൂബ് മൈനസ് 2 ആണ്. എഫ് ഈക്വൽ ടു ജി എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ത്രൂ ഔട്ട് അതിൻ്റെ ഡൊമെയിൻ. ഏതെങ്കിലും ഒരു ഡൊമെയിൻ എടുക്കുക. ജസ്റ്റ് ഇപ്പോൾ 1 വരുന്ന അല്ലെങ്കിൽ 0 തന്നെ എടുക്കാം. എഫ് ഓഫ് 0 വരുന്നത് 1 ആണ്, ജി ഓഫ് 0 വരുന്നത് മൈനസ് 2 ആണ്. സോ 0 കണ്ടെയ്ൻ ചെയ്യുന്ന വേണ്ട ഏത് ഇൻ്റർവെൽ എടുത്താലും ഈ ഫംഗ്ഷൻസ് അവിടെ ഈക്വൽ ഒന്നല്ല, പക്ഷെ അവരുടെ ഡെറിവേറ്റീവ് സെയിം ആണ്. സോ 2 ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻ സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയാണ് പറയാൻ പറ്റുക. 2 ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് സെയിം ആണെങ്കിൽ അവർ തമ്മിൽ, ആ ഫംഗ്ഷൻസ് തമ്മിൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ കൂടെ -3 എന്നുള്ള കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി ഓഫ് എക്സ് കിട്ടും. അതല്ലെങ്കിൽ ജി ഓഫ് എക്സിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ എഫ് ഓഫ് എക്സ് കിട്ടും. സോ അവർ തമ്മിലുള്ളൊരു വ്യത്യാസം കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫങ്ഷൻസ് വിത്ത് ദ സെയിം ഡെറിവേറ്റീവ് ഡിഫർ ബൈ എ കോൺസ്റ്റൻറ്റ്. ഡെറിവേറ്റീവ് സെയിം ആണെങ്കിൽ ഫങ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം ആണ് അടുത്തത്. ഫൈൻഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹൂസ് ഡെറിവേറ്റീവ് ഈസ് സൈൻ എക്സ്
and whose graph passed through the point 0, 2. Ordinate pair 0, 2. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് തന്നിട്ടുണ്ട് സൈൻ എക്സ്, അതിൻ്റെ ഗ്രാഫ് പാസ് ചെയ്യുന്ന പോയിന്റ് 0, 2 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മീനിങ് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 2 ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം എഫ് ഏതാണെന്ന് അറിയില്ല. സൈൻ എക്സ് എന്നുള്ളത് ഡെറിവേറ്റീവ് വരുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ജി ആയിട്ട് എടുക്കുന്നു. നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. മറക്കരുത്, മൈനസ് ഉണ്ട്. പക്ഷേ മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇത് -1 ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ -1 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സോ സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ജി ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് ആണ്. സോ ഡെറിവേറ്റീവ് സൈൻ എക്സ് വരുന്ന വിധത്തിൽ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഴുതാം ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ കൊറോളറി അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും കൂടെ സെയിം ആണ്. എഫ് ഏതാണെന്ന് നമുക്കറിയില്ല, പക്ഷേ എഫിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതുപോലെ ജി ഡാഷ് ഓഫ് എക്സും സൈൻ എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടല്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും സെയിം ആണ്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ കൊറോളറി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും by corollary to f of x equal to g of x plus some constant c. അപ്പോൾ അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് മൈനസ് സൈൻ എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് പറയാം. ഇനി ഒരു കാര്യം കൂടി അവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഗ്രാഫ് 0,2 പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എക്സിന് പകരം എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 2 ആകുന്നു. ഇവിടെ y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ് y. സോ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അതായത് എഫ് ഓഫ് 0 എന്നുള്ളത് 2 ആണ്. അതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ y കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ ഇവിടെ എഫ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് സൈൻ 0. സോറി, ഇവിടെ ഫംഗ്ഷൻ എടുക്കേണ്ടത് മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 0. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി. സോ മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഓക്കെ, പെട്ടെന്ന് അതും ഞാൻ മൈനസ് സൈൻ എക്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മൈനസ് കോസ് എക്സ് ആണ്. സോ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. 0, 2 പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീനിങ് എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 2 ആണ്. അതല്ലെങ്കിൽ എഫ് ഓഫ് 0 2 ആണ്. ഇതാണ് അതിൻ്റെ മീനിങ്. 0, 2 ഫംഗ്ഷൻ്റെ ഗ്രാഫ് പാസ് ചെയ്യും. നമ്മൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് കോമ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുക എക്സ് കോമ എഫ് ഓഫ് എക്സ് എന്നുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ എക്സ് എന്നുള്ളത് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് കോസ് 0 പ്ലസ് സി. എഫ് ഓഫ് 0ൻ്റെ വാല്യൂ 2 ആണെന്ന് തന്നിട്ടുണ്ട്. മൈനസ് കോസ് 0 എന്ന് പറയുമ്പോൾ കോസ് 0 1 ആയതുകൊണ്ട് ഇത് -1 പ്ലസ് സി. ഇതിൽ നിന്നും സി ഈക്വൽ ടു 2 + 1 3 എന്ന് കിട്ടും. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് 3. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് 0, 2 പാസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ജസ്റ്റ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് കാണുമ്പോൾ -1 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 0. സോ സൈൻ എക്സ് എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് 0 കണ്ടുപിടിച്ച് നോക്കാം. അത് 2 എന്ന് കിട്ടും. മൈനസ് കോസ് 0 പ്ലസ് 3. സോ -1 പ്ലസ് 3 2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം അപ്രോച്ച് ചെയ്യേണ്ടത്.